എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം ചേർത്തുള്ള വട്ടയപ്പമാണ്. പഴമൊക്കെ തൊലി കറുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ വട്ടയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. ഇതിന് 1/2 കിലോ ചെറുപഴം എടുക്കുന്നുണ്ട്. തൊലി കറുത്ത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത പഴമൊക്കെ ഇതിന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അപ്പപ്പൊടി 1/2 കിലോ, പിന്നെ 3 പിടി ചോറ്. വട്ടയപ്പം നല്ല സോഫ്റ്റ് ആകാനാണ് നമ്മൾ ചോറ് ചേർക്കുന്നത്. 1/2 തേങ്ങ ചിരണ്ടി എടുത്തത്, 8 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയാണ് നമുക്ക് വേണ്ട ചേരുവകൾ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അപ്പപ്പൊടി നമ്മൾ ഇടുവാണ്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചോറും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. പൊടിയുടെ മുകളിൽ വരത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇതേ ജാറിലേക്ക് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുവാണ്. ഇനി തേങ്ങയുടെ താഴെ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കാം. ഇനി നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. അരച്ചു കൊണ്ടുവന്നിട്ട് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അപ്പപ്പൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഴം ചേർക്കുവാണ്. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ പഴം നമുക്ക് അരഞ്ഞു കിട്ടും. ഇനി ഇത് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. ഇനി നന്നായിട്ടെല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി 4 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. 4 മണിക്കൂർ കഴിഞ്ഞ് തുറന്നൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. ഇതുപോലെ 4 സ്റ്റീൽ പ്ലേറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിക്കാം. വട്ടയപ്പം വെന്ത് കഴിയുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ പാത്രത്തിൽ നിന്ന് വിട്ടുപോരാനാണ് നമ്മൾ എണ്ണ തേക്കുന്നത്. ഇനി ഓരോ പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കുവാണ്. അപ്പം തട്ടിലും പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. 1/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വട്ടയപ്പം നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ കുത്തി നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ പഴം വട്ടയപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം.
തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് വെടിയിപ്പിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് പഴം വട്ടയപ്പമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പഴമുള്ളപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം. താങ്ക്